തീക്കാറ്റ് പോലെ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ള 2 ഇസ്മുകൾ പറഞ്ഞു തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ 2 ആയത്തുകളിൽ ഈ 2 ഇസ്മുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ അഅ്ലമാകാൻ ഏറെ സാധ്യതയുള്ള ഇസ്മുകളാണ്. ഇത് ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം നടന്നു കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ശരവേഗത്തിൽ നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ഇസ്മുകളൊന്നും കേട്ടു നോക്കിയാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമ്മമാർ, സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു ജീവിതത്തിൽ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ പല ആളുകളുമുണ്ട്. ഭർത്താവുമായിട്ട്, ഭാര്യയുമായിട്ട്, അതുപോലെ മക്കളുമായിട്ടൊക്കെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്ന ആളുകൾ ഇല്ലേ. പരസ്പരം തൊലാഖിൻ്റെ വക്കിലെത്തിയവർ, ഭർത്താവ് നോക്കാത്ത സഹോദരിമാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഭാര്യ തിരിഞ്ഞു നോക്കാത്ത സഹോദരന്മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. കുറേ ആളുകൾ എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. എനിക്ക് റീപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാൻ മെസ്സേജ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ റീപ്ലൈ തരാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കുന്നത് ഉസ്താദ് മെസ്സേജ് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാനത് കേട്ട ഉടനെ എല്ലാവർക്കും മറുപടി തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. ഈ സാധുക്കളൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ വലിയ ആളുകളായതുകൊണ്ടല്ല. ഇങ്ങനെ ഇസ്മുകളും അതുപോലെ ആയത്തുകളും സൂറത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം കൊണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് നീ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ഇറക്കണം. എല്ലാ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിച്ച് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ ഇസ്മുൽ അഅ്ലം അടങ്ങിയ ഒരു ഇസ്മ നമുക്ക് പറഞ്ഞാൽ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ളൊരു ഇസ്മ. കാരണം അസ്മാഉൽ ഹുസ്ന മുഴുവൻ പവർഫുള്ളായ ഇസ്മുകളാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. ഏത് ഇസ്മു കൊണ്ട് ചോദിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ള ഇസ്മുകൾ ഒരുപാടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സമയത്ത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് ചോദിച്ചാൽ ആ ചോദ്യം തട്ടപ്പെടുകയില്ല എന്ന് ഉറപ്പായിട്ടും സ്വീകരിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ള ഇസ്മാണ് എങ്കിൽ അത് ചൊല്ലി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇജാബത്തിന് പ്രതീക്ഷയുണ്ടല്ലോ. അത് 2 ആയത്തുകളെ പ്രത്യേകമായി മുത്തുനബി തങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ആ 2 ആയത്തുകളിൽ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ള ഇസ്മുണ്ട് എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്തും അതുപോലെ ആലി ഇമ്രാനിലെ 2-ാമത്തെ ആയത്തുമാണ്. ഈ 2 ആയത്തുകളിലും അടങ്ങിയിട്ടുള്ള 2 ഇസ്മുകളെ ഞാൻ പരിചയപ്പെടുത്തി. 2 അല്ല 4 ഇസ്മുകൾ, 2 കൂട്ടം ഇസ്മുകൾ. അതിൽ ഒന്ന് അർ റഹ്മാനുർ റഹീം, രണ്ടാമത്തത് അൽ ഹയ്യുൽ ഖയ്യൂം. ഒന്ന് അർ റഹ്മാനുർ റഹീം എന്ന ഇസ്മിൻ്റെ കൂട്ടം. അത് 4 ഇസ്മുകളുണ്ട് ടോട്ടലായിട്ട്. അപ്പം റഹ്മാനുർ റഹീം 2 ഹയ്യ് ഖയ്യൂം ഇത് 2. അപ്പോൾ ടോട്ടലായി 4. എന്നാൽ ഇത് 2 കൂട്ടമായിട്ട് അർ റഹ്മാനുർ റഹീം എന്നത് ഒരുമിച്ചും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഒരുമിച്ചുമാണ് എപ്പോഴും കാണാറുള്ളത് അല്ലേ, നമ്മൾ എപ്പോഴും കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 എന്ന് പറയാൻ കാരണം. ഈ 2 കൂട്ടം ഇസ്മുകൾ, അതായത് ഈ ടോട്ടൽ ഈ 4 ഇസ്മുകൾ ഇസ്മുൽ അഅ്ലമാകാൻ ഏറെ സാധ്യതയുള്ള ഇസ്മുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഇസ്മുകൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ, ഈ ഇസ്മുകൾ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ ആ കാര്യം ഉറപ്പായും നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാൻ. പക്ഷെ പല എണ്ണങ്ങൾ പറയുന്നുണ്ട്. 100 എണ്ണം ചൊല്ലണം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല 113 തവണ ചൊല്ലണം എന്ന് പറഞ്ഞവരുണ്ട്. 200 പറഞ്ഞവരുണ്ട്. 313 പറഞ്ഞവരുണ്ട്. അതുപോലെ 4444 ചൊല്ലണം എന്ന് പറഞ്ഞവരുണ്ട്. 3000 ചൊല്ലണം എന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ഈ ദിക്റുകൾ, ഇത് ടോട്ടലായി വരുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നിച്ച് ചെല്ലാൻ പറ്റിയത് അതെങ്ങനെയാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. ചൊല്ലി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പം ഇങ്ങനെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇത് 4 ഉൾക്കൊണ്ടു അല്ലേ. അതുകൂടാതെ അല്ലാഹു എന്ന പദവും ഉൾക്കൊണ്ടു, ഇലാഹ് എന്നതും ഉൾക്കൊണ്ടു. ഹുവ, അതാണ് ഏറ്റവും വലിയ അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന പദം, ഹുവ അവൻ. അപ്പം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഈ ദിക്റുകൾ, ഈ ഇസ്മുകൾ മുഴുവൻ ഉൾക്കൊണ്ടു ഇങ്ങനെ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചെയ്യാം, അതൊരു കുറഞ്ഞത് ഒരു 100 എണ്ണമെങ്കിലും ചൊല്ലുക. ഏറ്റവും കുറഞ്ഞത്. ഇനി 313 ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലുക. 4444 ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലുക. ഇനി അതിൽ 3000 ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലുക. വ്യത്യസ്തങ്ങളായ എണ്ണങ്ങൾ എത്രയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ഇത്
കണക്കില്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള നിഅമത്തുകൾ കണക്കില്ലാതെ അവന് വർഷിക്കപ്പെടുന്ന. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു എണ്ണം വെച്ചിട്ട് ചൊല്ലു, ഓക്കെ. ഇനി അതല്ല, വെറുതെ ഇരിക്കുന്ന സമയത്തും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം, ഇങ്ങനെ എന്ത് ചെയ്യാം, നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ചൊല്ലിയിട്ട് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് അങ്ങ് നടത്തിത്തരും. ഈ ഇസ്മുകൾ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്കൂലേ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ശരവേഗത്തിൽ തീക്കാറ്റുപോലെ, അതായത് എന്ത് ചെയ്യുക, അത്ര വേഗതയിൽ അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന്, അവരുടെ കാര്യങ്ങൾ അള്ളാഹു പരിഹരിച്ച് നൽകും. ഇത് മഹാനായ ഇമാം ജസീരി റളിയല്ലാഹു അൻഹു ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ആയത്തിൽ അടങ്ങിയിട്ടുള്ള, അതായത് ഇങ്ങനെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഇസ്മുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ചൊല്ലാൻ പറ്റുമെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചൊല്ലി എളുപ്പത്തിൽ നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് റബ്ബിനോട് ചെറിയൊരു ദുആ ഇറക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو الرحمن الرحيم الحي القيوم. الله لا إله إلا هو
ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ് ഈ ചൊല്ലിയ മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ഈ ദിക്ർ നീ സ്വീകരിച്ച് ഞങ്ങളുടെയും അവരുടെയും ഖൽബിലുള്ള മുഴുവൻ മുറാദുകളെയും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാഹ്. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ്. കടങ്ങൾ തീർത്തു തരണേ അല്ലാഹ്. റബ്ബേ വൈവാഹിക ജീവിതത്തിലുള്ള വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതം ഖൈറിലാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കുടുംബജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. റബ്ബേ സാമ്പത്തിക മേഖലകളൊക്കെ നീ ഹലാലും തൊയ്യിബുമാക്കി തരണേ അല്ലാഹ്. റബ്ബേ നിന്റെ മുഴുവൻ ബറക്കാത്തുകളുടെയും വാതിലുകളെ തുറന്നു തരണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. മരിച്ചവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ പങ്കെടുക്കുന്ന നിരന്തരം എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവിധ ജീവിതത്തിലെ ബർക്കത്തുകളും നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. സാധുവായ എനിക്കും അവർക്കും നിന്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. വന്നുപോകുന്ന പിഴവുകളൊക്കെ നീ മാപ്പ് നൽകണേ റഹ്മാൻ. എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ റബ്ബേ നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. റബ്ബേ നിന്റെ ദിക്റുകൾ, ഇസ്മുകൾ, അതുപോലെ തന്നെ ആയത്തുകൾ, ഖുർആനുകളൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനേക്കപ്പുറത്തേക്ക് ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല റഹ്മാൻ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ നിന്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നിങ്ങളൊക്കെ ദുആയിരക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സ്വകാര്യ ദുആയിലൊക്കെ സാധുവായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വൈകുന്നേരത്തെ ദിക്റിന്റെ മജ്ലിസ് മറന്നു പോകണ്ട. വീഡിയോ മുഴുവൻ കേട്ടവർ കമന്റ് അയക്കാനും മറക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم